ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ഹലോ മൈക്കഡസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപ്രസംഗത്തിന്റെ പേര് സബ്ത്രം DJ സ്പീക്കർ. ഇതിലെ നായകൻ ഒരു പച്ചപ്പ് നിറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ മാത്രമല്ല സിറ്റിയിലും അവിടെയൊക്കെ നടക്കുന്ന പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ, വീട്ടിൽ നടക്കുന്ന മറ്റു പരിപാടികൾ, ട്രിപ്പ്, ക്യാമ്പിംഗ്, ഫ്രണ്ട്സുമായി ഒത്തുകൂടൽ, ഇതിലൊക്കെ കളറാക്കാൻ ഈ നായകനെ കൊണ്ട് പറ്റും. ഈ കഥയിലെ നായകനെ കാണാൻ സിമ്പിൾ ആണെങ്കിലും ഡ്യുവൽ വയർലെസ് മൈക്ക് സപ്പോർട്ട്, 230 വാട്ട്സിന്റെ സൗണ്ട് ഔട്ട്പുട്ട്, 8 ഇൻബിൽഡ് സൗണ്ട് എഫക്ട്സ്. ഈ മൈക്കിൽ പറയുന്ന എല്ലാം റെക്കോർഡ് ചെയ്യാം, ഗിറ്റാർ കണക്ട് ചെയ്യാം, വോയിസ് ചേഞ്ച് ചെയ്യാം, പ്രയോറിറ്റി ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. കഥാനായകനെ കുറിച്ച് ഇത്രയൊക്കെ കേട്ടിട്ടും കൈയടിക്കാത്തത് മോശമായി പോയി. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കൈയടിക്കാം. ഇനിയും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് ഇതിന്റെ ബോക്സ് ഒക്കെ നല്ല കാണാൻ കൊള്ളാവുന്ന ബോക്സ് തന്നെയാണ്. ഇനി ബോക്സിനുള്ളിലായിട്ട് 2 വയർലെസ് UHF മൈക്ക്, QR കോഡ് ഗൈഡ്, ഇൻപുട്ട് കേബിള്, FM കേബിള്, പവർ കേബിള്, പിന്നെ മെയിൻ DJ സ്പീക്കർ. ഇത്രയും സാധനങ്ങളായിരിക്കും നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ. ഓക്കെ, സെബ്രോണിക്കിന് മറ്റ് പ്രോഡക്റ്റുകൾ പോലെ തന്നെ നല്ല ഹെവി മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ മൊത്തത്തിൽ മാറ്റ് ഫിനിഷിൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആണ്. ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ആയിട്ട് മെറ്റാലിക് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 230 RMS പവർ ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. 8 ഇഞ്ച് 4 ohmsന്റെ ഒരു സബ് വൂഫറും 3 ഇഞ്ച് 4 ohmsന്റെ 2 ട്യൂറ്ററും ആണ് ഇതിൽ തന്നിട്ടുള്ളത്. പല ഭാഗങ്ങളിലായിട്ട് 13 തരത്തിൽ ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്ന RGB LEDs തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ടോട്ടൽ ലുക്കിനെ തന്നെ മാറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ഇനി ബാക്കിൽ പവർ സ്വിച്ച് ആൻഡ് പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ആണ് ഉള്ളത്. ഇതിന്റെ മൊത്തത്തിലുള്ള സൈസ് വരുന്ന ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയാണ്. ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 10.5 കിലോഗ്രാം ആണ്. സിമ്പിൾ ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ ഇതിന്റെ 2 സൈഡിലും ഇതുപോലുള്ള ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെയുള്ള ഈ 2 വയർലെസ് മൈക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. 2 AA ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ LED ഡിസ്പ്ലേയും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, കണക്ട് ആയിക്കോളും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ബട്ടൺസ് ആൻഡ് കൺട്രോൾസ് എല്ലാം മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റാൻഡ് ബൈ ബട്ടൺ, ഓക്സ് പോർട്ട്, USB പോർട്ട്, ഓക്സ്, USB, ബ്ലൂടൂത്ത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ മ്യൂസിക്കും പ്ലേ ചെയ്യാം. നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ. ബ്ലൂടൂത്ത് 5.0 ആണ് ഇത് നൽകിയിട്ടുള്ളത്. ഇനി ഇതല്ലാതെ FM-ഉം ഇതിലുണ്ട്. ഈ പറഞ്ഞ മോഡലിലേക്കൊക്കെ ഈ ഒരു ഫംഗ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മാറ്റി ഉപയോഗിക്കാം. ഇനി ഇങ്ങനെ അല്ലാതെ USB, ബ്ലൂടൂത്ത് ഇതിലേക്കൊക്കെ മാറ്റാൻ സെപ്പറേറ്റ് ബട്ടൺസും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ മോഡ്സ്, വോളിയം സെറ്റിംഗ്സ്, EQ വിസിലൈസർ ഇതൊക്കെ അറിയാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള LED ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ തന്നെ വയർലെസ് മൈക്കിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു ഗിറ്റാറും ഡ്യുവൽ 6.3 mm മൈക്ക് ഇൻപുട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഗിറ്റാർ, മൈക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള 2 റൊട്ടേറ്റ് ബട്ടണും ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു വലിയ CD പോലെയുള്ള ഒരു കൺട്രോളറും, അതുപോലെ തന്നെ മെയിൻ ബാസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബാസ് ബൂസ്റ്റർ സ്ലൈഡറും ഉണ്ട്. ഇതിലിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ബാസ് കൂട്ടാം. ഞാൻ ഇപ്പൊ കൂട്ടി. ഹലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലുള്ള RGB LEDs നമുക്ക് 13 തരത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ബട്ടൺസ് ആണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ മുകളിലുള്ള LEDs നമുക്ക് പലതരത്തിലുള്ള ആനിമേറ്റഡ് രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി സ്പീക്കർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീക്കറിന്റെ ഭാഗത്തുള്ള RGBs എല്ലാം പലതരത്തിൽ മാറ്റിയെടുക്കാം. ഇനി എല്ലാ LEDയും ഓഫ് ചെയ്യാനുള്ള ബട്ടണും ഉണ്ട്. ഇനി ഇതിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിന്റെ മാത്രം വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ്, പ്രീവിയസ് അതിനൊക്കെയുള്ള ബട്ടൺസും ഉണ്ട്. കുറച്ച് വലുപ്പത്തിൽ വൈറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള പ്ലേ ആൻഡ് പൗസ് ചെയ്യാനുള്ള ബട്ടണും ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മ്യൂസിക് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ബട്ടണും, ഇനി പെട്ടെന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ബട്ടണും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. മ്യൂസിക്കിന്റെ മാത്രം ട്രബിൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടണും, അതുപോലെ തന്നെ 3D മോഡ് ബട്ടണും ഉണ്ട്. ഇപ്പോൾ ഒരു ഡോൾബി ഫീൽ ഒക്കെ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ അഡീഷണൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഇൻബിൽഡ് 8 എഫക്ട്സ് തന്നിട്ടുണ്ട്. അതിനൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസും ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം.
ആ പ്രാസംഗികരൊക്കെ ചെയ്യുന്ന പോലെ ഇന്നത്തെ കഥ. ഇനി അഥവാ നമ്മളിതൊക്കെ പാടിയിട്ട് ആരും കൈയടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആള് കുറവാണെങ്കിൽ നൈസായിട്ട് ഇതൊക്കെ ചെയ്താൽ മതി. നമ്മൾ മൈക്കിലൂടെ സംസാരിക്കുന്നതിന്റെ ആ ഒരു വോയിസിന്റെ പിച്ച് 12 ലെവൽ വരെ പ്ലസും മൈനസും ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നോർമൽ സൗണ്ട് വരുന്നത്. ഇനി ഞാനിവിടെ പിച്ച് കൂട്ടുന്നതിനനുസരിച്ച് കണ്ടില്ലേ സൗണ്ട് മൊത്തത്തിൽ മാറി ഒരുമാതിരി കോമഡി സൗണ്ടായി. നോർമലായി. വേറെ നമ്മൾ പിച്ച് ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പൊ കണ്ടില്ലേ വളരെ വളരെ സംഭവമായിട്ടുള്ള ഇതിൽ തന്നെ എക്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ സംസാരിക്കുമ്പോണ്ടില്ലേ ഇപ്പൊ ഹലോ 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 വലിയ എക്കോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കേട്ടില്ലേ ഹല്ല ഹല്ല ഹല്ല. അപ്പൊ ഇതേപോലെ നമുക്ക് എക്കോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ ഉപകാരപ്പെടുന്ന പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും തന്നിട്ടുണ്ട്. അതിന് ഈ ഒരു ബട്ടണാണ്. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഇപ്പൊ മ്യൂസിക്കും എന്റെ സൗണ്ടും ഒരേ രീതിയിലാണ് അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നു സോങ്ങും ഒരേ രീതിയിലാണുള്ളത്. ഇനി ഞാനിവിടെ പ്രയോറിറ്റി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ ഉണ്ടല്ലേ ഞാൻ പറയുന്നതിനനുസരിച്ച് ആ മ്യൂസിക് ഡൗൺ ആയി. ഇപ്പൊ ഞാൻ നിർത്തിയപ്പോ വീണ്ടും അത് അപ്പായിട്ട് വന്നു, വീണ്ടും മ്യൂസിക് ഡൗൺ ആയി. ഇനി ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഇതേപോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ കരോക്കേക്കും വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. USB ഓക്സോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇൻബിൽഡ് കരോക്കെ കൺവേർട്ടർ ഉണ്ട്. ഇപ്പൊ നോർമൽ സോങ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം നോർമലാണ്. അപ്പൊ ഇനി അത് നമുക്ക് കരോക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വോക്കൽ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ കണ്ടില്ലേ അതിൽ ആ ഒരു വോയിസ് പോയി. ഈ കാണുന്ന റെക്കോർഡ് ബട്ടൺ ഉപയോഗിച്ച് ഗിറ്റാർ, FM, മൈക്കിലൂടെ സംസാരിക്കുന്നത് ഇതെല്ലാം USB ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാം നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റെക്കോർഡ് ആവുന്ന സമയത്ത് ഇതുപോലെ റെഡ് കളറിൽ LED ഇങ്ങനെ കത്തി നിൽക്കും. ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ റിമോട്ടിലും ഈ പറഞ്ഞ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയില്ല, അത്യാവശ്യം സൈസുള്ള സ്പീക്കേഴ്സ് ആണ് വരുന്നത്. മാത്രമല്ല നല്ല കൊള്ളാവുന്ന ഒരു ബാസും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ വയർലെസ് മൈക്ക് യൂസ് ചെയ്യുമ്പോഴും വലിയ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. കണക്ഷനും കാര്യങ്ങളും എല്ലാം ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം മൈക്കുകളൊക്കെ സ്പീക്കറിന്റെ മുന്നിൽ നിന്ന് എന്തെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ അതിനടുത്ത് കൊണ്ടുപോയാൽ ബീപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇതിന്റെ കേസിൽ ഞാൻ അങ്ങനെ കണ്ടില്ല. ഹലോ ഹലോ ഹലോ. പിന്നെ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന സ്പീക്കറിന് പുറമെ അഡീഷണൽ കുറെ സൗണ്ട് സെറ്റിംഗ്സ് ഇതിൽ തന്നതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി അതായിട്ട് കുറക്കുന്നില്ല, വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയുടെ ഒരു ഡെമോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു സ്പീക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ പാട്ട് കേൾക്കാം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു ട്രിപ്പ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഒത്തുകൂടുകയാണെങ്കിലോ ആ സമയത്തൊക്കെ ഒരു സൗണ്ട്, ഒരു മൈക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് അഡീഷണൽ ക്യാഷ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു സെറ്റപ്പ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുത്തല്ലേ? അത് വെറുതെ തന്നെയാണ്. ഈ ഒരു കൊടുക്കുന്ന എമൗണ്ടിനുള്ള സാധനം നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഇതൊക്കെ മേടിച്ചിട്ട് വേണമെങ്കിൽ റെന്റിനും കൊടുക്കാൻ പറ്റും. നാട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോക്കറ്റ് മണി ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. സംഭവം കാണാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് സെറ്റപ്പ് ഈ ഒരു ഒറ്റ ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലൈവായിട്ടുള്ള പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലൈവ് പ്രൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ പ്രൈസ് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. മൗനം കൊണ്ടു ഞാൻ നിഴലായി മാറി